പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് LGSനെ കുറിച്ചാണ്. LGS ആയാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പോസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതെല്ലാം, ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതെല്ലാം എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതെല്ലാമെന്ന് ആദ്യം തന്നെ നോക്കാം. ക്രിമിനൽ ജുഡീഷ്യറി, സിവിൽ ജുഡീഷ്യറി, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ, PWD, LSGD, ഇറിഗേഷൻ, ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസും PHSC ഒക്കെ പെടും. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ പെടും. അവിടെയെല്ലാം ധാരാളം LGSൻ്റെ നിയമനങ്ങൾ നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇനി ഈ LGS എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ജോലിയാണ് നമുക്ക് കിട്ടുക, അതൊക്കെ ഒരു നിങ്ങളുടെ ചിന്തകളായിരിക്കും. ഇപ്പോൾ വനിതകൾക്ക് ആണ് ഏറ്റവും കൂടുതൽ OA കാറ്റഗറിയിൽ ജോലി കിട്ടുന്നത്. OA എന്ന് പറഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻ്റ്, LGS OA. അപ്പോൾ ഓഫീസിൽ അസിസ്റ്റ് ചെയ്യുക മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്ക്, അതായത് LDCക്കാർ, UDC അങ്ങനെയുള്ള ഓഫീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സഹായിക്കുക എന്ന ജോലിയാണ് OAയുടെ ജോലി. എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഫയലുകൾ എടുത്തു കൊടുക്കുക, ഫയലിൽ എൻട്രി ചെയ്യാനുള്ളവർ എൻട്രി ചെയ്യുക, അതിൽ എന്തെല്ലാം പേപ്പേഴ്സാണോ വേണ്ടത് അതെല്ലാം എടുത്തു കൊടുക്കുക, അതെല്ലാമാണ് OAയുടെ ജോലി. പിന്നെ പുരുഷന്മാർക്ക് OA അല്ലാതെ മറ്റ് കാറ്റഗറികളിലും ജോലിയുണ്ട്. ഒന്ന് വാച്ച്മാൻ, നൈറ്റ് വാച്ച്മാൻ, ഫുൾ ടൈം വാച്ച്മാൻ, ഡേ വാച്ച്മാൻ, പിന്നെ ഗേറ്റ് കീപ്പർ, ബസ് ക്ലീനർ, വാൻ ക്ലീനർ, ലോറി ക്ലീനർ, ലാസ്കർ, പിന്നെ ഫുൾ ടൈം വാച്ച്മാൻ, കൗണ്ടർ, മ്യൂസിയം ഗാർഡ്, ചെയിൻമാൻ എന്ന് തുടങ്ങിയ ഒട്ടനവധി LGS പോസ്റ്റുകളുണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അനുസരിച്ചിട്ട് ജോലി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഓഫീസിൽ ചെയ്യുന്ന ജോലിയായിരിക്കില്ല ഒരു മ്യൂസിയം ഗാർഡ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കൂടുതലും പുരുഷന്മാർക്കാണ് പുറത്തുള്ള ജോലികളെല്ലാം കൊടുക്കുന്നത്. ഇപ്പോൾ ബസ് ക്ലീനർ, വാൻ ക്ലീനർ, ലോറി ക്ലീനർ എന്നൊക്കെ പറഞ്ഞാൽ പ്രൈവറ്റ് വാഹനങ്ങളുടെ അല്ല, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഓരോ ഓഫീസിൻ്റെയും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലുള്ള ജീപ്പ്, വാൻ അതൊക്കെ ക്ലീൻ ചെയ്യുക, അതെല്ലാം ഈ LGSൻ്റെ ജോലിയാണ്. LGSന് പ്രൊമോഷൻ സാധ്യതയുണ്ടോ? അപ്പോൾ LGSന് ഒറ്റയടിക്ക് LDC ആയിട്ട് പ്രൊമോഷൻ സാധ്യതയില്ല. ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ OA കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ്, ഗ്രേഡ് ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെ പോകും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രൊമോഷൻ. ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലാണെങ്കിലോ ചില കോഴ്സുകൾ പഠിച്ച് അത് പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ പ്രൊമോഷൻ സാധ്യത, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ പാസ്സായാൽ പ്രൊമോഷൻ സാധ്യത അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ യൂണിഫോം ധരിക്കണം, യൂണിഫോം ഒന്നും ധരിക്കണ്ട. അതിന് സ്വീപ്പർ ജോലികൾക്ക് അതിൻ്റേതായ, അതായത് പാർട്ട് ടൈം സ്വീപ്പർമാരുണ്ട്, PTSകാരുണ്ട്, തൂക്കുക, തുടയ്ക്കുക എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എടുക്കുന്ന പാർട്ട് ടൈം സ്വീപ്പർമാരുണ്ട്, ഫുൾ ടൈം സ്വീപ്പർമാരുണ്ട്. അവർ ചെയ്യുന്ന ജോലിയാണ് തൂക്കുക, തുടയ്ക്കുക എന്നത്. അതൊന്നും LGSന് ചെയ്യേണ്ട ജോലികളല്ല. LGS എന്ന് പറഞ്ഞാൽ മറ്റു ഉദ്യോഗസ്ഥരെക്കാളൊക്കെ റെസ്പോൺസിബിലിറ്റി കുറഞ്ഞ ജോലിയാണ്. അതായത് സീനിയർ ഉദ്യോഗസ്ഥരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ജോലി. അതായത് അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇപ്പോൾ ഫയലുകളാണെങ്കിൽ ഫയലുകൾ എടുത്തു കൊടുക്കുക, നമ്പർ ഇടുക, അതിൽ വേണ്ടുന്ന പേപ്പേഴ്സ് ഫില്ല് ചെയ്യുക, അങ്ങനെ കുറേ ജോലികൾ. അതാണ് OAൻ്റെ ജോലി. അപ്പോൾ LGS എന്ന് പറയുമ്പോൾ ചായ കൊടുക്കൽ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടേ കൊടുക്കൽ അങ്ങനെയുള്ള ജോലികളും ഒന്നും അല്ല LGSൻ്റെ. ഇനി LGSന് പ്രൊമോഷൻ കൂടിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതെല്ലാമെന്ന് പറയാം. ഒന്ന് ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ്, 2 അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ്, സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ്, മോട്ടോർ വാഹന വകുപ്പ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ വകുപ്പ്, കോടതി, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, പഞ്ചായത്ത്, PWD
എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി കൂടുതൽ LGSനെ കുറിച്ചും LDCനെ കുറിച്ചും അവരുടെ നിയമ സാധ്യതകൾ, ഇനി വരുന്ന അപ്ഡേറ്റ്സുകൾ എന്തെല്ലാം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ തുടരെ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.